പോയ ആൾക്കാരാണോ ഷിജോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? അല്ലല്ല. ഇതിനോട് റിവ്യൂ ചോദിക്കുകയാണ് ലാലേട്ടൻ. അപ്പോൾ സിജോ പറയുന്നുണ്ട്, പോയ പോലെയല്ല, വന്നപ്പോൾ എല്ലാവർക്കും ഒരു എക്സ്ട്രാ സ്നേഹം എന്നോടുണ്ട്. കാരണം അന്ന് എനിക്ക് പരിക്ക് പറ്റി പോയപ്പോൾ ആരും എന്നെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ സ്നേഹമുണ്ട്. പിന്നെ നോറയെ പറ്റിയൊക്കെ സിജോ പറയുന്നുണ്ട്. ഒന്നാമത്തെ നോറയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റം ഞാൻ കണ്ടത്. എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സ്നേഹവും കെയറിങ്ങിനെ കുറിച്ചൊക്കെ സിജോ ലാലേട്ടനോട് പറയുന്നത്. ആ കാട്ടുതീ തന്നെയാണ് സിജോ, പക്ഷെ ആ കാട്ടുതീ ഇതുവരെ അൻസിബ പറയുന്നുണ്ട്, സിജോ കാട്ടുതീ തന്നെയാണ്, പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. വന്നപ്പോൾ തന്നെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ആ മിണ്ടാതിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ഭയങ്കര കത്തിക്കേറലിൻ്റെ ഭാഗമായിരിക്കും എന്നൊക്കെയാണ് അൻസിബ പറയുന്നത് സിജോവിനെ പറ്റിയിട്ട്. ആള് പ്രസംഗത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചു. പാതി ശ്രീരേഖ സെയിം അഭിപ്രായം തന്നെയാണ് പറയുന്നത്. സിജോ ഒന്ന് പ്രസംഗം അവതരിപ്പിച്ചപ്പോഴത്തേക്കും പാതി പേരുടെയും കിളിയൊക്കെ പോയി ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നീ മനസ്സിലായി, ആളെ ഫുൾ ഗെയിമാണ് മൈൻഡിൽ മൊത്തം. നന്ദന പറയുന്നുണ്ട്, ആള് ആദ്യം ഭയങ്കര ജാടിയാണെന്നാണ് തോന്നിയത്, പക്ഷെ ഇപ്പൊ മനസ്സിലായി ആള് പാവമാണ്, മൈൻഡ് ഫുള്ള് ഗെയിമാണെന്ന് മനസ്സിലായി എടുത്ത് പറയുന്നത് സിജോവിനെ കുറിച്ച്. അപ്പൊ ലാലേട്ടൻ അടുത്തത് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. 16-ാം ദിവസം പോയതല്ലേ, അപ്പോൾ ഒരുപാട് മാറ്റം നിന്നവരിലും ഉണ്ട്, പിന്നെ ഇപ്പൊ ഇടയിൽ വന്നവരിലും ഉണ്ട്. അപ്പൊ സിജോ തിരിച്ചു വന്നതിനെ കുറിച്ച് ജാസ്മിനും പറയാണ്. അപ്പോൾ പോയപ്പോഴും വന്നപ്പോഴൊക്കെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, സിജോ വന്നപ്പം പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിച്ചതിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം വളരെ ക്യൂട്ട്നെസ് വാരി വിതറി ചമ്മിയ മുഖത്തോടെ, അപ്പോൾ ബിഗ് ബോസ് എന്നെ പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഒരു കാട്ടുതീയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തായിരുന്നാലും. കാരണം ഇവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കുറച്ച് കളഞ്ഞ തീപ്പിടിക്കൊള്ളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ജിൻഡോയുടെ മറുപടിയാണ് വേറെ ലെവലായി പോയത്. ലാലേട്ടൻ വരെ പിന്നെ ഒരു ചമ്മിയ മുഖത്തോടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പറ്റ മത്സരാർത്ഥികൾ പറഞ്ഞതുപോലെയല്ല. എന്തായാലും ജിൻഡോയുടെ മറുപടി ഒരു തകർപ്പൻ മറുപടി തന്നെയായിരുന്നു.